ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങളിവിടെ പറശ്ശിനിക്കടവിൽ വിസ്മയ പാർക്കിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എൻട്രി പാസ് എടുക്കാൻ പോവുകയാണ്. ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ റേറ്റ് വരുന്നത് 700 സംതിങ് ആയിരുന്നു. പിന്നെ കുട്ടികൾക്ക് 600 സംതിങ്ങും, അതുപോലെ ഈ ഒരു 60 ഏജ് എബവ് ഉള്ളവർക്ക് 500 ആയിരുന്നു റേറ്റ് വരുന്നത്. പിന്നെ ചില ഡേയ്സിലൊക്കെ കുറവുണ്ട്, ചില ഡേയ്സിൽ കൂടുതലുണ്ട്. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നേ. ആദ്യമൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോയപ്പം പോയി എന്നല്ലാതെ പിന്നെ ഈ ഒരു ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല. ഇവിടെ ഓപ്പണിങ് വരുന്നത് 10:30 ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഈ ഒരു റൈഡിലാണ് കയറിയത്. നല്ല വെയിലായിരുന്നു. ഈ ഒരു റൈഡിൽ കൂടെ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ ഒരു പാർക്കിൻ്റെ ഏകദേശം ചെറിയൊരു വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ. അപ്പം ആ ഒരു വ്യൂ നല്ലൊരു ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഈ ഒരു വെയിൽ നമുക്ക് സഹിക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഈ ഒരു റൈഡ് കറങ്ങി വന്നതിന് ശേഷമാണ് അടുത്ത ആളുകൾ ഈ ഒരു റൈഡിൽ തന്നെ കയറ്റി വിടുന്നത്. നമുക്ക് ഈ ഒരു റൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെയാണ് പ്ലേ ഏരിയ എന്ന് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു വാട്ടറിൻ്റെ പ്ലേ ഏരിയ ഒക്കെ ഏകദേശം ഒരു 2 മണിക്ക് ശേഷമാണ് ഓപ്പൺ ആവുക. അതുവരെ നമുക്ക് ഒരുപാട് റൈഡ് തന്നെ വേറെ തന്നെ ഉണ്ട് കറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കയറിയ സ്ഥലത്ത് തന്നെ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോയത് ഈ ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ ഇതിൽ കയറുമ്പോൾ ഇത് സിമ്പിളായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ എനിക്കിത് അത്ര സിമ്പിളായിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം ഇതിങ്ങനെ മുകളിലോട്ട് പൊന്തുന്നുണ്ടായിരുന്നു. മോൾക്ക് ഇത് കയറാൻ പറ്റിയിട്ടില്ല, കാരണം 120 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് വേണ്ടത്. ഇതുപോലെ കുറച്ച് റൈഡിലൊക്കെ നമ്മളെ ഹൈറ്റിൻ്റെ അളവ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മോളെ അവിടെ നിൽപ്പിച്ചിട്ടാണ് ഞങ്ങളിതിൽ കയറിയിട്ടുള്ളത്. പ്രശ്നമൊന്നുമില്ല, മൂപ്പരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു റൈഡാണ് അതിൻ്റെ അടുത്തുണ്ടായത്. അപ്പോൾ ഇതിൽ നിന്നുള്ള നിലവിളിയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും കയറാൻ പറ്റില്ല, എനിക്ക് പ്രത്യേകിച്ച്. അപ്പോൾ ഭയങ്കര ഇതിങ്ങനെ മുകളിൽ പൊന്തിയിട്ട് കുറച്ച് സമയം വരെ ഇങ്ങനെ താഴേക്ക് തല വെച്ച് നിർത്തുന്നുണ്ട്. നല്ല അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ കയറാൻ പറ്റിയ ഇതാണ്. പിന്നെ ഉണ്ടായിരുന്ന ഇതാണ്. അപ്പോൾ ഇതിലൊന്നും കയറിയില്ല. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ട്രെയിൻ കാണേ. ഇവിടെ ഒരുപാട് സ്കൂളത്തെ കുട്ടികളുണ്ടായിരുന്നേ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ക്യൂ ഉണ്ട് ഓരോന്നിലും കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ തിരക്കില്ലാത്ത ഒന്നിലും മോളെ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിൽ കയറുമ്പോൾ നല്ല ഉഷാറൊക്കെ ആയിട്ടാണ് കയറിയത്. പിന്നെ അതൊന്ന് മുകളിലോട്ട് പൊന്തിയപ്പോൾ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫേസ് കാണും പറയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇത് മുകളിലോട്ട് മെല്ലെ ഒന്ന് പൊന്തിയിട്ട് ഒന്ന് കറങ്ങി വരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് റൈഡുകൾ ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ മോൾ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ട്രൈക്കിങ് കാറൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ നല്ല ക്യൂ ആയിരുന്നേ, കാരണം ഒരുപാട് കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല. പിന്നെ മാജിക് മിറർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൽ നമുക്ക് എല്ലാം ഒരു മിറർ പോലെ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പോകേണ്ട വഴി ഏതാണെന്ന് മനസ്സിലാവുന്നില്ല.
അങ്ങനെ ഞങ്ങൾ കുറച്ച് റൈഡിലൊക്കെ കയറിയതിന് ശേഷം ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ ഫുഡിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോറും ബിരിയാണിയും വാങ്ങിച്ച് വലിയ റേറ്റൊന്നുമില്ല, അപ്പോൾ സാധാ റേറ്റൊക്കെ തന്നെയുള്ളൂ ഇവിടെ. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇരുന്ന് വിശ്രമിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയിട്ട് 4D ഫിലിം കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നല്ല ക്യൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കണ്ണടയൊക്കെ വെച്ച് ഈ ഒരു ചെറിയൊരു 5 മിനിറ്റോളമാണ് ഇതുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് താഴോട്ട് പോയാൽ പിന്നെ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ ഇതും ഒരു അടിപൊളി റൈഡ് തന്നെയായിരുന്നു. നല്ല മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ കുറച്ചുകൂടെ താഴോട്ട് പോയാൽ ഒരു ഫാമിലി ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിലൊക്കെ ഒന്ന് കയറി ഈ ഒരു നടുഭാഗത്ത് കാണുന്ന വാട്ടറില്ലേ, അപ്പോൾ അതൊന്ന് കറങ്ങി ഒരൊറ്റൊരു ട്രിപ്പാണ് ഉള്ളത്. ഞങ്ങളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കണ്ണൂരുള്ള വിസ്മയ പാർക്കിലൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് റൈഡ് കൂടെ ഈ ഒരു സൈഡിലായിട്ട് തന്നെയുണ്ട്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഹൊറർ കേവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേവിലേക്ക് കടന്നാൽ നമ്മളെ പേടിപ്പിക്കുന്ന ഒരുപാട് രൂപങ്ങളും അതുപോലെ അതിനനുസരിച്ച് അവർ ഭീകരമായിട്ടുള്ളൊരു സൗണ്ടൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് എത്തുന്ന നേരം അവിടെ ഒരു ലൈറ്റിങ് കൊടുത്തിട്ട് നല്ലൊരു നമ്മൾ ഒരു പേടിപ്പിക്കുന്ന ഒരു സൗണ്ട്, പിന്നെ ഒരു സൈഡിൽ ഭയങ്കര ശക്തിയായിട്ടുള്ളൊരു കാറ്റൊക്കെ അടിച്ചിട്ട് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നേ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ഇവിടേക്ക് പിന്നെ പോയാൽ ഫോണൊന്നും എടുത്തിട്ട് നമുക്ക് എവിടെയും വെക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അധികം ഫോണൊന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഏകദേശം 2 മണിയൊക്കെ ആയപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഒരു അടിപൊളി ഈ ഒരു റൈഡൊക്കെ അടിപൊളിയാണ്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് കയറുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഇതിൽ. കുറച്ച് ഈ ഒരു വാട്ടർഫോൾ അപ്പോൾ ഈ ഒരു വാട്ടർഫോളൊക്കെ ഏകദേശം ഒരു 4:30 ടൈമൊക്കെ ആയപ്പോഴാണ് ഓപ്പൺ ചെയ്തത്. കുറച്ച് ടൈം നല്ല മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഡാൻസ് ചെയ്യാനൊക്കെ പറ്റുമേ. പിന്നെ ഞങ്ങൾ വീഡിയോസ് എടുക്കാത്ത ഒരുപാട് ഏരിയ ഒക്കെ ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ക്ലോസിങ് ടൈം 5:30 എന്നാണെന്ന് തോന്നുന്നത്. അപ്പം ബൈ, താങ്ക് യു.